ഹലോ, എല്ലാവർക്കും എസ് ഹോം സംതിങ് ഫോർ ചാനലിലോട്ട് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ചിക്കൻ ലോലിപോപ്പ് വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നമുക്കപ്പം ഡയറക്റ്റ് വീട്ടിലോട്ട് പോകാം. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ഡ്രം സ്റ്റിക്ക് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഡ്രം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വിങ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഞാൻ ഇന്ന് ഡ്രം സ്റ്റിക്ക് ആണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ഡ്രം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു 8 പീസ് 7 പീസ് കിട്ടും. നമുക്കിനി ഇത് ലോലിപോപ്പിന്റെ രൂപത്തിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിനി ഈ ചിക്കൻ ഡ്രം സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ലോലിപോപ്പിന്റെ രൂപത്തിലാക്കണം. നമുക്ക് ഇതിന്റെ റൗണ്ടായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ച് ഇതേപോലെ കൊടുക്കണം. അതിനുശേഷം നമുക്ക് കത്തി കൊണ്ട് ഇതിങ്ങനെ താഴോട്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ വിട്ട് കിട്ടും. നമുക്ക് ഇതേപോലെ നമുക്ക് വിട്ട് കിട്ടും. നമുക്കിന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ആ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഡ്രം സ്റ്റിക്ക് ആയതുകൊണ്ട് നല്ല ഇറച്ചി ഉണ്ടാവുമല്ലോ ഇതിൻ്റെ കാലിൻ്റെ ഭാഗത്ത്. ഒന്ന് മരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കിത് നല്ല ഒരു ഡ്രം സ്റ്റിക്കിൻ്റെ നല്ല ലോലിപോപ്പിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാ പീസും ഇതേപോലെ ചെയ്തെടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലോട്ട് ഇടാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കോൺഫ്ലവർ ആണ് 50 ഗ്രാം ഉണ്ട്. 50 ഗ്രാം ഇടുക നമുക്ക് 1 കിലോ ചിക്കന് വേണ്ടി. അതിനുശേഷം നമുക്കൊരു 4 ടീസ്പൂൺ മൈദ നമുക്ക് ഇതിലോട്ട് ഇടാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ കബാബിൻ്റെ മസാലയോ മേടിക്കാൻ കിട്ടും. അതുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളവർ ഇടുക. നമുക്ക് അതിനുശേഷം 2 ടീസ്പൂൺ സോയ സോസ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, നമ്മൾ വേറെ മുളക് പൊടിയും ചേർക്കുന്നില്ല. ഒരു 2 ടീസ്പൂൺ വിനേഗറും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർക്കണം. ഒരു മുട്ട കൂടെ നമുക്ക് ചേർക്കാം ഇതിലോട്ട്. നമുക്ക് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മസാലയ്ക്കകത്ത് ഉപ്പുണ്ടോ എന്ന് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഉപ്പിടണം. ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. മസാലയ്ക്കകത്ത് നോക്കിയാൽ മതി. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അവസാനം മസാലയൊക്കെ ചേർത്ത് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്രിപ്സി ആയിട്ടുള്ള ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.